അമിത് ക. ടിബു പാസ്റ്റർ ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈജിപ്തിലെ കുറെ പേര് എന്താണ് ചന്ദ്രക്കലയെ ദൈവമായിട്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് പിന്നീട് മുസ്ലിങ്ങൾ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആ തെളിവ് ഒന്ന് ഇവിടെ വെക്കണം. ഈജിപ്തിലെ മൂൺ ഗോഡാണ്, ആ മൂൺ ഗോഡാണ് ലോകത്ത് പല സ്ഥലത്ത് പിന്നീട് മൂൺ ഗോഡുകളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ചന്ദ്രക്കലയുടെ അടയാളം അത് ഈജിപ്ഷ്യൻ ഹൈറോഗ്ലാഫ്സിൽ ഈജിപ്ഷ്യൻ മൂൺ ഗോഡ് യാവിനെ വെച്ചിരിക്കുന്ന അടയാളമാണ് മുസ്ലിമുകൾ ലോകം മുഴുവൻ വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ക്രസന്റ് മൂൺ അടയാളം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല താങ്കൾ അത് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. താങ്കൾക്ക് വേണോ? അല്ല, ഞാൻ തെളിവ് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇത് ഒട്ടോമൻ സാമ്രാജ്യം ബൈസാന്റിയൻ കീഴടക്കിയപ്പോൾ അമിത് ക, നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്ട്രക്ചറിൽ. താങ്കൾക്ക് മറ്റൊരു ഉത്തരമുണ്ടെങ്കിൽ അത് പിന്നീട് മറ്റൊരു അവസരത്തിൽ അങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്താൽ മതി ഹമീദ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് ഈ സംഭവം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ബൈസാന്റിയൻ കീഴടക്കിയതിനു ശേഷം അവരുടെ വിജയ ചിഹ്നമായിട്ടാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ള ചോദ്യവും ഉത്തരവും. ഓക്കെ, താങ്ക് യു. അത് ഇസ്ലാമുകളുടെ മുസ്ലിങ്ങളുടെ ഔദ്യോഗിക ചിഹ്നവും ഒന്നുമല്ല, ഇതിന്റെ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിട്ടില്ല അതാണ്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു. പ്രവാചകന്റെ കാലത്ത് ഖുറാനും ഇല്ലായിരുന്നു. പ്രവാചകന്റെ കാലത്ത് നിങ്ങൾക്ക് ചന്ദ്രക്കല ഇല്ലായിരുന്നു പറയുമ്പോൾ ഖുറാനും ഇല്ലായിരുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് ലോകം മുഴുവൻ മനുഷ്യർ കാണുന്നത് നിങ്ങൾ പള്ളിയിലും വെച്ചിരിക്കുന്ന ഈ ചന്ദ്രക്കലയാണ്. അല്ല, ചന്ദ്രക്കലയെല്ലാം എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ വന്ന് ഇവിടെ അന്തസ്സായിട്ട് സംസാരിക്കൂ, അപ്പൊ ഞാൻ അതിനെ പരിഗണിക്കാം. അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഓക്കെ, താങ്ക് യു ഹമീദ് ക.